ഹായ് ഓൾ, ഇന്ന് നമുക്ക് സ്കെച്ചപ്പിൽ എങ്ങനെ ഒരു സിമ്പിളായിട്ട് പെട്ടെന്നൊരു കേർവ്ഡ് സ്റ്റെയർ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. ഒരു 25/18 റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്യുക. അതിനു വേണ്ടി 3/15 ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇറേസ് ടൂൾ സെലക്ട് ചെയ്യുക. ഈ രണ്ട് സൈഡ് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ആർക്ക് ടൂൾ സെലക്ട് ചെയ്യുക. ഒരു ആർക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, സെയിം ഇറേസ് ടൂൾ എടുക്കുക. ഈ സൈഡും കട്ട് ചെയ്യുക. ഓക്കെ, നമുക്കിങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. നമ്മളിനി ഈ ഒരു ഷേപ്പ് നമ്മൾ മേക്ക് കോമ്പണൻ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ കോപ്പി എടുക്കുക. Ctrl+ ചെയ്യുക. ഈ ഒരു കോർണറിന് ഇവിടെ വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 17 സ്റ്റെയർസ് ആണ് കൊടുക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു × 16 കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സ്റ്റെയർസ് ആണ് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. ദെൻ ഒരു സ്റ്റെയർ ക്ലിക്ക് ചെയ്യുക. പുഷ് ടൂൾ യൂസ് ചെയ്യുക. ഒരു 125 കൊടുക്കുക. ഓക്കെ, സി ഇങ്ങനെ ഒരു സ്റ്റെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ ഒരു സ്റ്റെയറിൻ്റെ ബോട്ടം സൈഡിൽ വന്നിട്ട് ഒരു കോർണർ പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെയർ കിട്ടി. ഇനി ഈ ലാസ്റ്റിൽ വരുന്ന ഈ ഒരു സ്റ്റെയറിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് മേക്ക് യൂണീക്ക് കൊടുക്കുക. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കോമ്പണൻ്റ് ആക്കിയത് കൊണ്ട് തന്നെ നമ്മളിതിൽ വരുത്തുന്ന ചേഞ്ചസ് എല്ലാ സ്റ്റെയർസിലും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു മേക്ക് യൂണീക്ക് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് സെപ്പറേറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. സോ പുഷ് ടൂൾ യൂസ് ചെയ്യുക. ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്യുക. ദെൻ ഈ ഒരു ബാക്ക് സൈഡ് ഒരു 80 സെൻറ്റിമീറ്റർ കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, സോ നമുക്കിങ്ങനെ ഒരു സ്റ്റെയർ കിട്ടി. ഇനി നമ്മൾ ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക, മേക്ക് ഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രൂ ബെൻഡ് എന്ന് പറയുന്ന ഒരു പ്ലഗിനുണ്ട്. ഒരു ഫ്രീ പ്ലഗിനാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് കേർവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ജസ്റ്റ് ചെറിയൊരു കേർവ് ആണെങ്കിൽ ഇത്ര മതി. ഓക്കെ, എൻ്റർ കൊടുക്കുക. സി, നമുക്ക് ഒരു കേർവ്ഡ് സ്റ്റെയർ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇനി ഇതേപോലത്തെ ടിപ്സ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.